ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരായ കൈക്കൂലി കേസിൽ വിജിലൻസ് എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. പൂജപ്പുര, കണ്ണൂർ, വിയ്യൂർ ജയിലുകളിലെ തടവുകാരിൽ നിന്ന് വിനോദ് കുമാർ കൈക്കൂലി വാങ്ങി. പണം കൈപ്പറ്റിയതിന് പിന്നാലെ തടവുകാർക്ക് പരോളും ലഭിച്ചു. പ്രതികളും ഗുണ്ടകളും വിനോദ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടെന്നും എഫ്ഐആറിൽ പറയുന്നു. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരായ കേസിൽ ഇപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? സുജയ, അതീവ ഗുരുതര കണ്ടെത്തലുകൾ തന്നെയാണ് ജയിലാസ്ഥാനത്തെ DIG ആയിട്ടുള്ള MK വിനോദ് കുമാറിനെതിരെ വിജിലൻസ് നടത്തിയിരിക്കുന്നത്. അതിൽ വിവിധ ജയിലുകളിൽ, സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാരിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നും അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും നിരന്തരമായി പണം വാങ്ങിച്ച ആൾ കൂടിയാണ് വിനോദ് കുമാർ എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതേ തുടർന്നാണ് അഴിമതി നിരോധന നിയമത്തിലെ 2 വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. കേസെടുത്തിട്ട് ഇപ്പോൾ 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഈ കണ്ടെത്തൽ പ്രകാരം ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടുള്ള MK വിനോദ് കുമാർ തടവുകാരുടെയും കളുടെ സുഹൃത്തുക്കളുടെയും ഒപ്പം തന്നെ ഗുണ്ടകളായിട്ടുള്ള പ്രതികളുടെയും ഒക്കെ കയ്യിൽ നിന്ന് കൈക്കൂലിപ്പണം വാങ്ങി എന്നുള്ളതാണ്. അത് സ്വന്തം അക്കൗണ്ടിലേക്കും ഭാര്യയുടെ അക്കൗണ്ടിലേക്കും അടക്കം വാങ്ങി. മാത്രമല്ല, ഈ പണം നൽകുന്ന ആളുകൾ അവർ പ്രതികളുടെ സുഹൃത്തുക്കളാണെങ്കിലോ ബന്ധുക്കളാണെങ്കിലോ ഇവർ പണം നൽകിയതിന് തൊട്ടു പിന്നാലെ അതാത് ജയിലുകളിലെത്തി തടവുകാരെ കാണുന്നതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ വിനോദ് കുമാർ ഒരുക്കി നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി വരുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം, വിയ്യൂർ, കണ്ണൂർ, ഒപ്പം തന്നെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിൽ എന്നിവിടങ്ങളിലുള്ള തടവുകാർക്കാണ് പ്രധാനമായിട്ടും വിനോദ് കുമാർ നിരന്തരം സഹായങ്ങൾ ചെയ്ത് നൽകിയിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അനധികൃതമായി പണം എത്തി എന്നതടക്കമുള്ള തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ കൂടുതലായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപ അനധികൃതമായി വരികയും വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് 35 ലക്ഷം രൂപ വരികയും ചെയ്തിരുന്നു. മാത്രമല്ല, കൊടിസുനിയുടെ TP വധക്കേസ് പ്രതിയായിട്ടുള്ള കൊടിസുനിയുടെ ബന്ധുവിൽ നിന്ന് 1,80,000 രൂപ വാങ്ങിയതായിട്ടുള്ള കൃത്യമായ തെളിവുകൾ, അതും ഗൂഗിൾ പേ വഴി വാങ്ങിയതിന്റെ കൃത്യമായ തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ കേസിലെ തന്നെ മറ്റൊരു പ്രതിയായിട്ടുള്ള അണ്ണൻ സുജിത്ത് ഈ ജയിലിൽ കിടന്നുകൊണ്ട് ഈ വിനോദ് കുമാറിനെ ഫോണിൽ വിളിച്ചു എന്നുള്ളതിന്റെ തെളിവ് കൂടി ലഭിക്കുന്നു. അതായത് ഫോൺ ജയിലിനുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്, ഒപ്പം തന്നെ ലഹരി മരുന്നുകൾ ജയിലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്, ഇവയിലൊക്കെ തന്നെ വിനോദ് കുമാറിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള നിഗമനത്തിലേക്കാണ് വിജിലൻസ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫോൺ കോൾ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കാൻ വേണ്ടി ടെലികോം കമ്പനികൾക്ക് ഇതിനോടകം തന്നെ വിജിലൻസ് കത്തും അയച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഫോൺ ഒരു കാലത്ത് കൊടിസുനി ജയിലിനകത്തിരുന്നു കൊണ്ട് ഫോൺ വഴി കൊച്ചിയിലെ ഒരു സംഘത്തിന് കൊട്ടേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയൊക്കെ ഒരു കാലത്ത് വലിയ വിവാദമായിരുന്നു. അന്നത് വിവാദമായ സമയത്ത് അന്നത്തെ ജയിൽ മേധാവിയായിരുന്ന R. ശ്രീലേഖ ഈ ഫോൺ പിടിച്ചെടുക്കാൻ നിർദ്ദേശം നൽകുകയുണ്ടായി. പക്ഷേ ആ ഫോൺ പിടികൂടാൻ സാധിച്ചിട്ടില്ല, ഇത് കാണാനില്ല എന്നുള്ള മറുപടിയാണ് വിനോദ് കുമാറിന്റെ ഭാഗത്തുനിന്ന് വന്നത്. അന്ന് വിനോദ് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യം ജയിൽ വകുപ്പിനുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ആ നടപടി എടുക്കാൻ വേണ്ടി നടപടിയെടുക്കാൻ സാധിച്ചില്ല. അതിന് ചില ഉന്നത ബന്ധങ്ങൾ വിനോദ് കുമാർ ഉപയോഗിച്ചു. അങ്ങനെയാണ് നടപടിക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള നടപടികൾ പല ഘട്ടങ്ങളിലായി പല ഉദ്യോഗസ്ഥരും ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും തന്നെ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വിജിലൻസ് മേധാവിയായിട്ടുള്ള മനോജ് എബ്രഹാം സസ്പെൻഷന് വേണ്ടിയുള്ള ഒരു ശുപാർശ സംസ്ഥാന സർക്കാരിന് നൽകുകയുണ്ടായി. പക്ഷേ ഈ കേസെടുത്ത് 4 ദിവസം പിന്നിട്ടിട്ടും അതിൽ ഇതുവരെ ഒരു തീരുമാനവും ആഭ്യന്തര വകുപ്പ് കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. 2022 മുതൽക്ക് 25 വരെയുള്ള കാലയളവിൽ ഈ പല ജയിലുകളിലായി ഈ വിനോദ് കുമാർ ജയിലാസ്ഥാനത്തെ DIG ആയിരിക്കെ വിനോദ് കുമാർ സന്ദർശനം നടത്തുകയും തടവുകാരെ നേരിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ പലപ്പോഴായി മറ്റ് DIGമാർ, അതായത് ഉത്തരമേഖല DIGയും മധ്യമേഖല DIGയും ഒക്കെ തന്നെ ഒരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനും ജയിൽ മേധാവിക്കും ഒക്കെ പലവട്ടം നൽകുകയുണ്ടായി. പക്ഷേ ആ നൽകിയ സമയത്തൊന്നും തന്നെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. ജയിൽ ആസ്ഥാനത്തെ DIG എന്ന് പറഞ്ഞാൽ പരോൾ അനുവദിക്കുന്നതിലും ഒപ്പം തന്നെ ഈ തടവുകാരുടെ മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ നേരിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ശേഷിയുള്ള അധികാരമുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അയാളാണ് ഇത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട്, അതായത് അനധികൃതമായി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് പരോൾ അനധികൃതമായി അനുവദിച്ച് നൽകുക, ഒപ്പം തന്നെ ജയിലിനകത്ത് സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നത്. മാത്രമല്ല, നേരിട്ട് രാത്രികാലങ്ങളിൽ ജയിലിലേക്ക് പോയി ഈ തടവുകാരെ സന്ദർശിക്കുന്ന അടക്കമുള്ള നടപടികൾ വിനോദ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൽ മൂവാറ്റുപുഴ സബ് ജയിൽ, ഒപ്പം തന്നെ കോട്ടയം ജില്ലാ ജയിൽ, പൊൻകുന്നം സബ് ജയിൽ തുടങ്ങിയ ജയിലുകളിലൊക്കെ തന്നെ രാത്രിയിൽ 20-25 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന സന്ദർശനങ്ങളായിരുന്നു അക്കാലത്തൊക്കെ വിനോദ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ചെറിയ ഹ്രസ്വ സന്ദർശനങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അതാത് ജയിലുകളുടെ ചുമതലയുള്ള അതാത് DIGമാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം താൻ വരുന്നുണ്ട്, ഇന്ന ആവശ്യത്തിനാണ് വരുന്നത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകുകയോ ചെയ്തിട്ടില്ല വിനോദ് കുമാർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഔദ്യോഗിക വാഹനം ഓടിച്ചാണ് വിനോദ്
കുമാർ ആ സമയത്തൊക്കെ തന്നെ ജയിലുകളിൽ എത്തിയിരുന്നത്. അതായത് കൃത്യമായി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആശയവിനിമയം നടത്താതെ പ്രതികളെ കാണാൻ വേണ്ടി എത്തുന്ന ആളായിരുന്നു വിനോദ് കുമാർ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ മറ്റു DIGമാർ ഇപ്പോൾ ജയിൽ വകുപ്പിന് കൈമാറിയിട്ടുമുണ്ടായിരുന്നു. എന്തായാലും അന്ന് നടപടിയെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വിജിലൻസിന് ഇത്തരത്തിലുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തേണ്ടി വന്നതും അതിലിപ്പോൾ കേസെടുക്കേണ്ടി വന്നതും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല മറ്റു ചില കാര്യങ്ങളിൽ കൂടി ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. ഈ ജയിൽ വകുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്ന രീതിയിലാണ് FIRലെ കണ്ടെത്തലുകൾ. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.